അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഹംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റിയതാണ്. പലർക്കും ഈശയുടെ ഭാഗത്തും താടിയുടെ ഭാഗത്തും വേണ്ടാത്ത കുറേ ഹെയർ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട്. നമ്മളത് പലപ്പോഴും നമുക്കത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അതൊരു അടിപൊളി നല്ലൊരു ടിപ്സ് ആയിട്ടാണ്, ഒരു പാക്കായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള കൂട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് പാലെടുത്തിട്ടുണ്ട്, കടലമാവ്, പച്ചമഞ്ഞളിൻ്റെ പൊടിയാണത്. അതിലേക്ക് നമുക്ക് ആദ്യം എടുക്കേണ്ടത് 5 സ്പൂണ് പാലാണ്. നോർമൽ ടെമ്പറേച്ചറിലുള്ള പാലാണ്. 5 സ്പൂണോളം പാലെടുക്കുക, ടേബിൾ സ്പൂൺ പാലെടുക്കുക. പിന്നെ അതിലേക്ക് ഏകദേശം 3 ടേബിൾ സ്പൂണോളം കടലമാവാണ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് പച്ചമഞ്ഞൾ പൊടിച്ചതാണ്, അത് ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ഈ ഒരു രീതിയിലാണ്. അത്ര ലൈറ്റ് പോലെയല്ല, ഈ ഒരു അത്ര കട്ടിയുമല്ല. ഈ ഒരു രീതിയിൽ വേണം നമുക്ക് പാക്ക് തയ്യാറാക്കേണ്ടത് കേട്ടോ. വേണം നമുക്കൊന്ന് ഫേസിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എവിടെയാണോ നിങ്ങൾക്ക് രോമനിപ്പ്, ഇവൻ ഫേസ് കംപ്ലീറ്റ് നമ്മൾ ഈ പാക്ക് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ഫേസൊക്കെ നല്ല സ്മൂത്തനൊക്കെ ആവുകയും ചെയ്യും. ഈ ഒരു കട്ടിയിൽ വേണം പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊരു ഏകദേശം 20 മിനിറ്റ് തുടങ്ങി 30 മിനിറ്റ് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം. ഇത് ശരിക്കും നമുക്കൊന്ന് ഡ്രൈ ആവണം, നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടണം കേട്ടോ. നമുക്കിനി അത്ര നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നോക്കി, നല്ലതുപോലെയൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്കിത് ഡ്രൈ ആയി, ഇത് നമുക്ക് വാഷ് ചെയ്ത് കളയരുത് കേട്ടോ. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഞാനൊരു ടവൽ എടുത്തിരിക്കുന്നത്, ചെറിയൊരു അരം പോലത്തെ പോലെ ഒരു ടവൽ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മുടെ രോമം ഏത് സൈഡിലേക്കാണോ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വേണം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തുടച്ച് നമുക്ക് മാറ്റണം. വാഷ് ചെയ്യരുത് കേട്ടോ. നമുക്ക് ഇതുപോലെ തന്നെ നല്ലതുപോലെ, ഇപ്പോൾ നമ്മുടെ ഹെയർ ഓപ്പോസിറ്റ് നേരെ ഇരിക്കുന്ന സൈഡ് ഏതാണോ അതിന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് വേണം നമുക്ക് ഒന്ന് നല്ലതുപോലെ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നന്നായിട്ടൊന്ന് തുടച്ച് മാറ്റണം. കണ്ടോ, ഇതുപോലെ. ഞാനും ഇതുപോലെ തന്നെ എനിക്കും അതെ, നമ്മുടെ താടി ഭാഗത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ രോമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞാനിത് പല പാക്കുകൾ ട്രൈ ചെയ്തിട്ട് അവസാനം ഞാൻ ഇതും കൂടി ഒന്ന് ട്രൈ ചെയ്തപ്പോഴാണ് ഇതിലാണ് നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് കൂടി അത് പരിചയപ്പെടുത്തണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇതേപോലെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് നിങ്ങൾ നല്ലപോലെ ഒന്ന് ടവലെടുത്തിട്ട് കണ്ടോ. ഇത് നിങ്ങൾ ദിവസവും ചെയ്യണമെന്നില്ല, ആഴ്ചയിൽ ഒരു തവണ അങ്ങനെ മാത്രം ചെയ്താൽ മതി കേട്ടോ. അങ്ങനെ കൂടി വന്നാൽ 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 2 മാസം, കൂടുതൽ രോമമുള്ള ആൾക്കാർക്ക് എങ്ങനെ 2-3 മാസം എടുക്കും കേട്ടോ.
ആഴ്ചയിൽ ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ പാക്കറ്റ് ഇതുപോലെ തന്നെ ചെയ്യാം. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ കണ്ട് ഞെട്ടിപ്പോവും. കണ്ടില്ലേ, നമ്മൾ ഏകദേശം എല്ലാം തുടച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ചൂടുവെള്ളത്തിൽ നമുക്കൊന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിപ്പോൾ വാഷ് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് നോക്കിയേ, ഒറ്റ യൂസിലാണ് നിങ്ങളിത് നോക്കേണ്ടത് കേട്ടോ. ഞാൻ ഒരു യൂസും കൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ ചെയ്തതല്ലേ. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് എന്തൊരു പെട്ടെന്നൊരു മാറ്റം കണ്ടില്ലേ നിങ്ങൾ. ഇതെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. ഇതെല്ലാവർക്കും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. എല്ലാവരും ചെയ്ത് അഭിപ്രായം പറയണം കേട്ടോ. താങ്ക് യു.